പത്തരമാറ്റ് സീരിയലിൻ്റേത് ഇന്നത്തേതൊരു സൂപ്പർ കിടുക്കാച്ചി എപ്പിസോഡ് തന്നെയായിരുന്നു. അങ്ങനെ നയനപൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, വീട്ടിൽ നിന്നും അച്ഛനും അമ്മയൊക്കെ വരുമെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നവ്യ ആയിരിക്കട്ടെ മറുപടി പറയുന്നത്, അച്ഛന് പനിയും ചുമയൊക്കെയാണ്, അതുകൊണ്ട് അച്ഛനും അമ്മയും വരത്തൊന്നുമില്ല, അതിന് പകരം നന്ദുവാണ് വരുന്നത് എന്നൊക്കെ പറയും. അന്നേരം മുത്തശ്ശൻ പറഞ്ഞിട്ട്, ഇനി മോൾ ഏതായാലും പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കണ്ട, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി, ഏതായാലും ഇന്നത്തെ പലഹാരങ്ങൾ നിങ്ങളെല്ലാവരും ചേർന്ന് ഉണ്ടാക്കുക എന്നൊക്കെ പറയും. മുത്തശ്ശി പറഞ്ഞിട്ട്, പലഹാരം ഉണ്ടാക്കാനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണി തീരുമെന്നൊക്കെ പറഞ്ഞ് അവരെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. മുത്തശ്ശിയുടെ ജലജയും ജാനകിയും എല്ലാവരും പോകുന്ന സമയത്തിന് ജലജ മാത്രം അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് പെട്ടെന്നൊരു ഞെട്ടിലൂടെ ദേ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ പുറകെ പോവും. അവരൊക്കെ പോയതിനു ശേഷം ആദർശ് ചന്തുമോളെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തിന് അനി അബിയെ ചൂണ്ടിക്കൊണ്ട് തന്നെ ചന്തുമോളോട് ചോദിക്കുന്നുണ്ട്, ഈ നിൽക്കുന്ന ആളെ അറിയുമോ എന്ന് ചോദിക്കും. അന്നേരം ചന്തുമോള് ചെറിയച്ഛൻ എന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്തിന് നവ്യക്ക് അങ്ങ് ദേഷ്യം വരും. നവ്യ പറഞ്ഞിട്ട്, അതെ ഞങ്ങൾക്കാരും പ്രത്യേകിച്ചൊരു സ്ഥാനമൊന്നും തരണ്ട, അങ്ങനെയൊന്നും വിളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയട്ടെ നവ്യ. എന്നാൽ അത് കേട്ടോണ്ട് നിൽക്കുന്ന അജയൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അജയൻ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ ചെറിയച്ഛാന്ന് വിളിപ്പിക്കുന്നില്ല, അച്ഛ എന്ന് തന്നെ അങ്ങ് വിളിപ്പിച്ചേക്കാമെന്ന് പറയും. അപ്പം നവ്യ ചോദിക്കുന്നില്ല, അതെന്തിനാ അമ്മാവ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്, ഇപ്പം ഈ പെങ്കൊച്ചിന് ഓൾറെഡി ഒരു അച്ഛനുണ്ടല്ലോ, അത് മാത്രം മതി, അല്ലാതെ എൻ്റെ അബിയെ പിടിച്ചിട്ട് അവളുടെ അച്ഛനാക്കൊന്നും വേണ്ട, അങ്ങനെ പലവരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, എൻ്റെ അബിയുടെ അടുത്ത് അങ്ങനെ ആരും നോക്കണ്ട, അതിനൊന്നും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നീ അങ്ങ് പോവാട്ടോ നവ്യ. ജയൻ പറഞ്ഞിട്ട്, ഇപ്പം നവ്യ പറഞ്ഞത് മൊത്തം ഇവൻ കേട്ടു നിൽക്കേണ്ടി വന്നത് നീ ഒരൊറ്റ ആൾ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് അബിയെ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്തിന് ആകെ പാവത്താനെ പോലെ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുമായിരിക്കട്ടോ അബി. നയനെ പറഞ്ഞിട്ട്, എന്നിട്ടെന്താ, എന്നിട്ടും അവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല, എന്നിട്ടാണല്ലോ അവൻ ആ അനഘയെ കൊല്ലാൻ നോക്കിയത്. അന്നേരം അബി പറഞ്ഞിട്ട്, അയ്യോ ഏട്ടത്തി അങ്ങനെയൊന്നും സംഭവിച്ചില്ല, വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നോക്കണ്ടെന്ന് പറയുന്ന സമയത്തിന് ആദർശിന് ദേഷ്യം വരും. ആദർശ് ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്തിനാണ് അനഘയുടെ വീട്ടിലേക്ക് പോയത് എന്ന് ചോദിക്കും. അവിടേക്ക് പോവരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനു പോയി എന്ന് ചോദിക്കാട്ടോ ജയൻ. ഇനി നീ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവൻ രക്ഷിക്കാനാണ്, സത്യം ചെയ്യടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ സത്യം ചെയ്തു തരും, കാരണം ദൈവഭയമുള്ളവർക്കല്ലേ പേടിക്കാനുള്ളൂ, അതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും സത്യം ചെയ്യാൻ പോലും മടിയില്ലാത്തൊരുത്തനാണെന്നൊക്കെ ഇങ്ങനെ അബിയെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അങ്ങനെ എല്ലാവരും ചേർന്ന് അബിയെ കുറ്റപ്പെടുത്തിയതിന് ശേഷം കഷ്ടം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. എന്നാലും ഇവർ പറഞ്ഞതൊന്നുമില്ല കേട്ടോ, അബിയുടെ മനസ്സിൽ ആ പാമ്പ് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നുള്ള ഭയമായിരിക്കും അബിക്ക്. ഇതേ സമയത്തിന് അജയനും ജയനും മനിയൊക്കെ ചേർന്ന് കൊണ്ടതിൻ്റെ വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പൂമാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജയൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ അകന്ന കുടുംബത്തിൽ ഒരു ഡോക്ടർ പെങ്കൊച്ചിൻ്റെ കല്യാണം ആലോചിക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് അനി പറയുന്നുണ്ട്, അതെ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, ഒന്ന് കെട്ടിയത് കൊണ്ട് തന്നെ മതിയായി, ഇനിയിപ്പോൾ വല്യച്ഛൻ തന്നെ അങ്ങ് കെട്ടിയാൽ മതി എന്നൊക്കെ പറയാട്ടോ അനി. ജയൻ പറയുന്നുണ്ട്, അതിൻ്റെ ക്ഷീണം മാറാനാടാ ഞാൻ പറയുന്നത്, നിന്റെ ഏട്ടനും ഏട്ടത്തേക്ക് സ്നേഹിച്ച് നടക്കുന്നത് കണ്ടില്ലേ, അതുപോലൊരു ബന്ധം നിനക്കും കിട്ടും. അനി പറഞ്ഞിട്ട്, എനിക്ക് ഏതായാലും ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം നല്ല മനസ്സമാധാനമുണ്ട്, അത് കളയാൻ ഏതായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് നന്ദു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നന്ദുവിനെ ഇങ്ങനെ കണ്ണു മിഴിച്ച് അന്തം വിട്ട് നോക്കി നിൽക്കുമായിരിക്കും അനി. അപ്പോഴായിരിക്കട്ടെ ജയൻ്റെയും അജയൻ്റെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നന്ദു ഏതായാലും അങ്ങോട്ടേക്ക് ചെന്നിട്ട് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. എന്നാൽ ഇവർ നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പം ഈ വീട്ടിലേക്ക് വരാൻ എനിക്ക് എന്തെങ്കിലും വിലക്കുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അവർ പറയുന്നുണ്ട്, ഇല്ല ഒരു വിലക്കും ഇല്ല, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ചേച്ചിമാരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ കൂടെ തന്നെ നന്ദു അവിടെ നിന്ന് പോവും. നന്ദു പോകുന്നത് നോക്കിയിട്ട് കണ്ണും മിഴിച്ച് അനി അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുന്ന സമയത്തിന് അജയൻ പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെ അവളെ തന്നെ നോക്കി നിന്നിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടോ, ആ ഒരു ബന്ധം ഒരിക്കലും നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. ആ സമയത്തിന് ജയൻ പറയുന്നുണ്ട്, മോൻ്റെ അമ്മ ഒരിക്കലും ആ ബന്ധത്തിന് സമ്മതിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളും ആ ഒരു ബന്ധത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കത്തില്ല. ഇനിയിപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ, നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ അതിന് സമ്മതിക്കുകയാണെങ്കിൽ ആ ബന്ധം നടത്തി തരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല, അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അജയനും ജയനും അനിയങ്ങനെ ഉപദേശിക്കുന്നത് കേൾക്കുന്ന സമയത്തന്നെ അനിക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട്. നന്ദു അവിടെ നിന്ന് നേരെ പോയത് നയനയുടെ മുറിയിലേക്കായിരിക്കും. അവിടെ ചെന്നതിന് ശേഷം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. നയനെ ചോദിക്കുന്നുണ്ട്, നീ അനഘയുടെ വീട്ടിലേക്ക് എങ്ങാനും പോയിരുന്നോ എന്ന് ചോദിക്കും. നന്ദു പറഞ്ഞിട്ട്, ഞാൻ നേരിട്ട് പോയിട്ടില്ല, പക്ഷേ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇപ്പം അവൾക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. നയന പറഞ്ഞിട്ട്, എന്നാലും അവൻ എന്തൊരു സാധനമാണെന്ന് നോക്കിക്കേ, ആ പാവം അനഘയെ ആ സ്ഥിതിയിൽ അവൻ കൊണ്ടെത്തിച്ചു, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണെന്നൊക്കെ പറയാട്ടോ നയന. ആ സമയത്തിന് നന്ദു പറയുന്നുണ്ട്, ഈ ഒരു ദിവസം ഏതായാലും കഴിഞ്ഞോട്ടെ, അവനുള്ളതൊക്കെ ഞാൻ വച്ചിട്ടുണ്ട്, ഇനി ഏതായാലും അവനെ രക്ഷപ്പെടാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ജ്വല്ലറിയിലെ സ്വർണ്ണ തിരുമറയിൽ അവന് നല്ല പങ്കുണ്ട് എന്ന കാര്യങ്ങളെല്ലാം കൃത്യ തെളിവ് സഹിതം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങാനും അവനെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ ഇഞ്ച പരുവമാക്കും. ആ സമയത്തിന് നവ്യേച്ചിൻ്റെ മുഖം പോലും ഞാൻ ഓർക്കില്ല. അവൻ ഇപ്പോഴും യാതൊരുവിധ സ്വഭാവത്തിനും മാറ്റമില്ലാതെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ അനഘയോട് അത്ര ക്രൂരമായ രീതിയിലൊക്കെ പെരുമാറിയതും. ജീവിച്ചിരിക്കുന്ന തെളിവുകളൊക്കെ അവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അവൻ ആദർശേട്ടനോട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എന്നിട്ടും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചേച്ചി ഒന്ന് സൂക്ഷിച്ചോളണം. അവൻ ആ ചന്തുമോളെയും ഇല്ലാതാക്കും. അന്നേരം നയന പറഞ്ഞിട്ട് അങ്ങനെ എങ്ങാനും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചേച്ചിയുടെ മുഖമൊന്നും ഓർക്കില്ല. പിന്നെ എല്ലാ സത്യങ്ങളും ഞാൻ അങ്ങ് വിളിച്ചു പറയുമെന്നൊക്കെ പറയട്ടെ നയന. ഏതായാലും ചേച്ചി അവനൊന്ന് സൂക്ഷിച്ചോളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ നന്ദു അവിടെ നിന്നും പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ആകെ വിഷമത്തോടെ നിൽക്കുന്ന അഭയും ജലജയായിരിക്കും. ആ പാമ്പ് പൂജാമുറിയിലൊന്നും കാണുന്നില്ല. ഇനി ഒരു പക്ഷേ അത് പൂജാമുറിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ. ജലജ പറഞ്ഞിട്ട് ഞാൻ വാതിലെല്ലാം തന്നെ തുറന്നിട്ടിട്ടുണ്ട്, അങ്ങനെ ഏതെങ്കിലും വഴിക്ക് അതങ്ങ് പുറത്തു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം അഭി പറഞ്ഞിട്ട് ഇല്ലമ്മേ, മൂർഖം പാമ്പ് അങ്ങനെ പുറത്തേക്കൊന്നും പോവത്തില്ല. അതെവിടെയെങ്കിലും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കിടക്കുമെന്നാണ് ആ പാമ്പാട്ടി പറഞ്ഞിട്ടുള്ളത്. ഇനി രാത്രിയാവുന്ന സമയത്ത് തന്നെ ആ പാമ്പാട്ടി ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും ആ പാമ്പിനെ കണ്ടുപിടിച്ചിട്ട് ആ പാമ്പിനെ എവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ പിന്നെ രാത്രിയാവുന്ന സമയത്ത് തന്നെ ആ പാമ്പിനെ നേരെ നയനയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ഇടണം എന്നൊക്കെ പറയും. ജലജ പറഞ്ഞിട്ട് ഇനിയും നീ ഇങ്ങനെ മണ്ടത്തരം കാണിക്കാതെ എങ്ങനെയെങ്കിലും ആ പാമ്പിനെ എവിടെ നിന്നും എടുത്തുകൊണ്ട് പോകാൻ പറ. അയാൾക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ മനുഷ്യരിൽ മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും നിൽക്കാനോ നടക്കാനോ പറ്റാത്തൊരവസ്ഥയായി. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് രാത്രിയിൽ പേടിച്ചിട്ട് കിടന്നുറങ്ങുന്നത്? മനുഷ്യന് മനസ്സമാധാനത്തിന് ഒന്ന് രാത്രിയിലെങ്കിലും കിടന്നിറങ്ങാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, 2 ദിവസത്തേക്ക് ഇവിടെ നിന്നങ്ങ് മാറി നിന്നാലോ? ആരെങ്കിലും ആ പാമ്പ് കടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. അങ്ങനെ ചെയ്താലോ? എല്ലാതും കൂടി ചിന്തിച്ചിട്ട് എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, ആകെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തിനെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ജലജ അവിടെ നിന്നും പോവും. അഭി അതിനൊന്നും സമ്മതിക്കില്ല കേട്ടോ. പോവാൻ നേരത്തെ തന്നെ പെട്ടെന്ന് എവിടെയോ കാലിലൊരു തണുപ്പ് കിട്ടുന്ന സമയത്തിന് പാമ്പിനെങ്ങാനും ചവിട്ടിയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ജലജ വീണ്ടും പേടിക്കാണ്. ആ സമയത്തിന് അഭി പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പേടിച്ച് ഇനി അവസാനം ആ പാമ്പിനെ കിട്ടുന്ന സമയത്തിന് എല്ലാവരും ചേർന്നിട്ട് നമ്മളെ അങ്ങ് സംശയിക്കും. ആ അവസ്ഥ അമ്മയായിട്ട് ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് അഭി ജലജയെ ഉപദേശിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ അനിയും നന്ദുവും ആരും കാണാതെ കിട്ടിയ അവസരത്തിൽ 2 പേരും സംസാരിക്കാണ്. നന്ദുവിനെ കാണുന്ന സമയത്തിന് അനി പറയുന്നുണ്ട് എന്നാലും നീ ഇങ്ങോട്ടേക്ക് വന്നല്ലോ, നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാടധികം സന്തോഷമായി. ഇടയ്ക്കിനി ചേച്ചിമാരെ കാണാനാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണം. അങ്ങനെയാകുമ്പോൾ എനിക്ക് നിന്നെ കാണാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ അനി. അന്നേരം നന്ദു പറഞ്ഞ് നിൻ്റെ ഈ പറച്ചിലൊക്കെ കേട്ടാത്തൊന്നും ഞാൻ ഇപ്പോഴും കുട്ടിക്കളിക മാറാത്തൊരു പെൺകുട്ടിയാണെന്ന്. അതെ, ഞാനൊരു SI ആണ്, എനിക്കിഷ്ടം പോലെ ജോലികളുണ്ട്, ഇവിടെ കളിച്ചു നിൽക്കാനുള്ള സമയമൊന്നുമല്ല എന്നൊക്കെ പറയും. അന്നേരം അനി പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് 2 പേർക്കും ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാമെന്ന്, നിൻ്റെ ജോലി അങ്ങ് കളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം നന്ദു പറഞ്ഞിട്ട് എടാ, ഇനിയിപ്പോൾ ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പോലും ഒരിക്കലും എൻ്റെ പ്രൊഫഷൻ വിട്ട് ഞാൻ കളിക്കില്ല. എനിക്ക് ഇനിയും പഠിച്ച് മുകളിലേക്ക് എത്തണം, അങ്ങനെ ഒരു IPS ഓഫീസർ ആവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും. അന്നേരം അനി ചോദിക്കുന്നുണ്ട് ഓഹോ, അപ്പോൾ വിവാഹം കഴിഞ്ഞാലും നമ്മൾ 2 പേരും 2 സ്ഥലത്തായിരിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട് അതിനെന്താ, വിവാഹം കഴിഞ്ഞാലും നമ്മുടെ മനസ്സൊന്നായിരിക്കില്ലേ. അങ്ങനെ അവർ 2 പേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ആ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് തന്നെ ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകിക്ക് ഏതായാലും ഇപ്പം പഴയ കാലത്ത് ആ ഒരു ദേഷ്യമൊന്നും തന്നെ നന്ദുവിനോടില്ല. ഓ, 2 പേരും ഇവിടെ സംസാരിച്ച് നിൽക്കുമായിരുന്നോ എന്നിങ്ങനെ ജാനകി വന്ന് ചോദിക്കുന്ന സമയത്തിന് അനി പെട്ടെന്ന് പറയുന്നുണ്ട് ചുമ്മാ ഇവളെ കണ്ടപ്പോൾ ഞാൻ വെറുതെ കുശലം പറഞ്ഞ് നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പയ്യെ അവിടെ നിന്നങ്ങ് സ്കൂട്ടാവാണ് അനി. അന്നേരം അയ്യോ എൻ്റെ അടുത്തേക്കാണല്ലോ വരുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആകെ ടെൻഷനോടെ നിൽക്കുമായിരിക്കട്ടെ നന്ദു. ജാനകി വന്നിട്ട് നന്ദുവിനോട് പറഞ്ഞിട്ട് അവൻ പറഞ്ഞതൊന്നും അങ്ങനെ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പോൾ നിങ്ങളുടെ 2 പേരുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് വേണ്ടാന്നങ്ങ് വെച്ചേക്ക്. വേറൊന്നും കൊണ്ടല്ല, ഒരേ വീട്ടിൽ നിന്ന് 3 പേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇത്ര കാലം അനാമികയെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നിന്നെ ഒരുപാടധികം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിനെനിക്ക് ഏതായാലും നല്ല വിഷമമുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധം ഏതായാലും ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ 2 പേരുടെയും മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ഇന്നത്തോടെ അത് കളഞ്ഞേക്കണം. ഇനി എനിക്ക് മറ്റൊരു വിവാഹം വരുന്ന സമയത്തിന് ഇതിൻ്റെ പേരിൽ ഒരു പിടിവലിയോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടാവരുത്. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അഭിപ്രായം തന്നെയാണ് എനിക്ക്. ഇനി ഏതായാലും ആ വീട്ടിൽ നിന്ന് 3ാമതൊരാളും കൂടി ഈ വീട്ടിലേക്ക് വേണ്ട. അത് തന്നെയാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജാനകി ദേഷ്യപ്പെട്ട് അകത്തേക്കങ്ങ് കയറി പോകുന്ന സമയത്തിന് ആകെ വിഷമാവുന്നുണ്ട് നന്ദുവിന്. വിഷമത്തോടു കൂടെ തന്നെ നന്ദു ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ജീവിതത്തിൽ ആകെ കൂടെ ഞാനൊരു തെറ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. അതിന് തടയിടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. അത് പിന്നെ എനിക്കും ആകെ വിഷമായിരിക്കും എന്നിങ്ങനെ വിഷമത്തോടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കായിരിക്കട്ടെ നന്ദു. പിന്നീട് അങ്ങനെ അഭി ആകെ പേടിച്ച് വരച്ച് ടെൻഷനോട് കൂടെ തന്നെ നേരെ സച്ചിദാനന്ദനെ വിളിക്കാണ്. സച്ചി സാറേ, ആ പാമ്പ് പൂജാമുറിയിൽ നിന്ന് മിസ്സായി എന്ന് പറയുന്ന സമയത്തിന് സച്ചി പറയുന്നുണ്ട് അഭി നീ നല്ലോണം സൂക്ഷിച്ചോളണം, അതിനി സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മുകളിലേക്ക് പോലും വരും കേട്ടോ എന്ന് പറയുന്ന സമയത്തിന് അഭി ആകെ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ഈശ്വര, ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ എൻ്റെ മുറിയിൽ പോലും കിടക്കാൻ പറ്റില്ലേ. അങ്ങനെ അഭി ആകെ പേടിച്ച് വരച്ച് ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്തിന് ആ ഒരു പാമ്പ് ഇങ്ങനെ എഴഞ്ഞിട്ട് അഭിയുടെ അടുത്തേക്ക് വരുന്നത് കാണുന്ന സമയത്തിന് അഭി ആകെ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്.
ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഇതിൻ്റെ നല്ല അടിപൊളി പ്രൊമോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നന്ദു വീട്ടിലേക്ക് പോയിട്ട് പോലീസ് യൂണിഫോമിൽ നേരെ അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നുണ്ട്. തെളിവുകളെല്ലാം തന്നെ നിരത്തിക്കൊണ്ട് തന്നെ അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും നന്ദു വന്നിരിക്കുന്നത്. അബി അവിടെ നിന്നും ഇറക്കിക്കൊണ്ടു പോകാനൊന്നും നവ്യ സമ്മതിക്കുന്നില്ല. നവ്യ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നന്ദുവിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡാക്കാതെ അബിയെ വലിച്ചഴിച്ചങ്ങ് കൊണ്ടുപോവാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് നന്ദു ആണെങ്കിൽ അബിയെ നല്ല രീതിയിൽ തന്നെ ഇട്ട് പെരുമാറുന്നുണ്ട്. അങ്ങനെ അബിയെ ജാമ്യത്തിലിറക്കാൻ വേണ്ടിയിട്ട് നവ്യ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് തന്നെ നവ്യ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നന്ദു അബിയെ ഇട്ടിട്ട് ഇങ്ങനെ നിർത്താതെ ഇട്ട് അലക്കുന്നതാണ്. ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ നവ്യക്ക്. കുറേ അധികം നന്ദുവിനോട് സംസാരിച്ച് നോക്കിയിട്ടൊന്നും പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നവ്യ നേരെ വീട്ടിലേക്ക് ചെല്ലും. എങ്ങനെയെങ്കിലും നന്ദുവിനോട് അബിയെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നവ്യ അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്നത്. എന്നാൽ നയന പോലും അബിയെ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നവ്യക്ക് ദേഷ്യം വരെയാണ്. നവ്യ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ 2 അനിയത്തിമാരെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ 2 അനിയത്തിമാരെ കൊടുക്കരുതേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയോടെ സംസാരിക്കുകയാണ് നവ്യ. സത്യമെല്ലാം തെളിവോടുകൂടെ തന്നെ നന്ദു നിർത്തിയതിനു ശേഷം മുത്തശ്ശൻ്റെ സമ്മതപ്രകാരം തന്നെയായിരിക്കട്ടോ അബിയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. പ്രൊമോയുടെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തതായിരിക്കും. ലാസ്റ്റ് കാണിച്ചിട്ടുള്ള പ്രൊമോയുടെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.